ഹായ് ഹലോ. കുറച്ച് നാളായി ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. എല്ലാവർക്കും ഇവിടെ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഞങ്ങളെല്ലാവരും ഇല്ല, ഞാനും ചേട്ടനും മോളും മാത്രമേ ഉള്ളൂ. പിന്നെ മോൻ സ്കൂളിൽ പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങോട്ടാണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ നന്ദിലത്ത് ജി മാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്, ജി മൊബൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചേട്ടനൊരു ഫോൺ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, പുള്ളിയുടെ ബർത്ത്ഡേ ആണ് വരുന്ന 14-ാം തീയതി. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വെച്ചു. പക്ഷേ അത് സർപ്രൈസായിട്ട് കൊടുക്കണമെന്നാണ് കരുതിയത്. പക്ഷേ പുള്ളിക്ക് ഫോണാണ് പുള്ളിയുടെ ക്രേസ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ കൂടി കൊണ്ടുപോയി തന്നെ മേടിക്കാമെന്ന് വെച്ചു. പുള്ളിക്ക് വിവോ 40, അതായത് വിവോ V40 Pro അതാണ് ഫോണിൻ്റെ പേര്. അപ്പോൾ ആ ഫോൺ വേണമെന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മേടിക്കണമെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും പോട്ടെ എന്ന് വെച്ചു. പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നന്ദിലത്ത് ജി മാർട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ അവരുടെ ജി മൊബൈൽ എന്ന് പറഞ്ഞിട്ട് പുതിയ ഷോറൂം ഇപ്പോൾ ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ അത് ഓപ്പണിംഗ് ആയിട്ട്. വളരെ നല്ല സർവീസാണ്. ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ താഴെയും മുകളിലും ഇട്ടുണ്ട്. മുകളിൽ അവരുടെ മറ്റേ നമ്മുടെ ഹോം തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുകളിൽ. താഴെ മുഴുവനും മൊബൈലാണ്. ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും മൊബൈൽ സെക്ഷനാണ്. അപ്പോൾ ആ മൊബൈലിൻ്റെ ആക്സസറീസും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ പോയി. അപ്പോഴേക്കും അവിടെ നിന്ന് നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവൾക്കൊരു റിബൺ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന റിബൺ കണ്ടപ്പോൾ ഉടനെ അവൾക്കത് വേണം. ചില സമയത്ത് ഇങ്ങനെയാണ്. വയസ്സ് കുറച്ച് കൂടുതലായിരുന്നേ ഉള്ളൂ, എന്നാലും ഒരു 5-6 വയസ്സ് ഉള്ള കൊച്ചു കുട്ടികളുടെ മാതിരിയാണ് ചിലപ്പോൾ. അപ്പോൾ റിബൺ കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ അവിടെ നിന്ന് ആ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചു തന്നെ അവിടെ നിന്ന് ഒരു റിബൺ മേടിച്ച് അതും വെച്ചായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നവരൊക്കെ കളിയാക്കി കഴിഞ്ഞപ്പോൾ പതിയെ അതിനെ അങ്ങ് താഴെ വെച്ചു. പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ കാര്യങ്ങൾ ഈ നിൽക്കുന്നതാണ് അർജുൻ. അപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. പുള്ളിയാണ് ഞങ്ങൾക്ക് ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നത്. അപ്പോൾ അവരുടെ അടുത്ത് സ്റ്റോക്ക് തൽക്കാലം അവരുടെ കയ്യിൽ സ്റ്റോക്കില്ല. അപ്പോൾ പെരുമ്പാവൂർ അവരുടെ ഷോറൂമിലുണ്ട്, അവിടുന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കൊരു 1-1:30 മണിയായി. അപ്പോൾ അത് കഴിഞ്ഞ് 1:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് കടയുണ്ട് ഇടപ്പള്ളിയിൽ, നമ്മുടെ ടോൾ തട്ടുകട. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ബിരിയാണി കിട്ടും, ചിക്കൻ ബിരിയാണി. അപ്പോൾ അവൾക്കതാണ് അവളുടെ ഫേവറേറ്റ്. അപ്പം എന്നാൽ പിന്നെ അവളുടെ ഫേവറേറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും 3 ബിരിയാണി പറഞ്ഞു. വിശന്നിട്ട് നിൽക്കാൻ വയ്യാത്തതിൻ്റെ ആ മുഖമാണ് ആ കാണുന്നത് കേട്ടോ. എന്നിട്ട് വിശന്ന് നിൽക്കാൻ വയ്യ. അതിൽ കൂടി അവിടെ ബിരിയാണി കഴിക്കുന്ന ആൾക്കാർ, അടുത്തിരുന്നൊക്കെ ആൾക്കാർ ബിരിയാണി കഴിക്കുന്നുണ്ട്. അതിൻ്റെ മണവും കൂടി അടിച്ചപ്പം പുള്ളിക്കാരിക്ക് ഒട്ടും അവിടെ ഇരിക്കാൻ വയ്യ. കൊണ്ടുവന്നില്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബിരിയാണി കൊണ്ടുവന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കാണ് അവൾ ഫോട്ടോ എടുക്കണ കാര്യം ഓർത്ത്. പിന്നെ ഞങ്ങളുടെ കഴിച്ചുകൊണ്ടിരുന്നതിന്ന് മേടിച്ച് അവിടെ വെച്ചിട്ട് അവൾ ഉടനെ അതിൻ്റെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടേ പിന്നെ ആൾ മുഖത്തേക്ക് നോക്കിയുള്ളൂ കേട്ടോ. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫേവറേറ്റ് സാധനമാണ്, മന്തിയും ചിക്കൻ ബിരിയാണിയും. അങ്ങനെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജി മൊബൈലിൽ വന്നു. അവിടെ വന്ന് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാത്രി 8:30 മണിക്ക് ഞങ്ങൾക്ക് ഫോണ് കയ്യിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതവർ ഉച്ചയ്ക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളുടെ മോനില്ലാത്ത കാരണം, അവനാണ് ഞങ്ങളുടെ ലക്കി ചാം, അവനില്ലാത്ത കാരണം കൊണ്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അവൻ വന്നിട്ട് മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ അടുത്തായിട്ടായിരുന്നു. അത് കാരണം തിരിച്ചവിടെ വന്ന് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. 8:30 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവർ വിളിച്ചു, ഫോണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലക്കി ചാമിനെയും കൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി പോയി ജി മൊബൈലിൽ ചെന്നു. അവിടെ ചെന്ന് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളുമൊക്കെ വിഷ്ണുവുണ്ട്. ഇതാണ് വിഷ്ണുവാണ് അതിൻ്റെ പേപ്പർ വർക്കുകൾ, അതായത് EMIയിലാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോണും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ ഇൻഷുറൻസ് അതൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കി ഞങ്ങൾക്ക് ഫോൺ കയ്യിൽ കിട്ടി. അപ്പം അർജുൻ ആണ് ഫോണൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോഴേക്കും ഇവർ ഫോണൊക്കെ മേടിക്കുന്ന ഇടയിൽ ഞാൻ അവിടെ വെച്ച് അതിൻ്റെ ആ ഷോറൂമിൻ്റെ ചെറിയൊരു വ്യൂ എടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലക്കി ചാം.
ഇവനില്ലാണ്ട് ഒരു പരിപാടിയില്ല കേട്ടോ ഞങ്ങൾക്ക്. എവിടെ പോയാലും ഇവൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് അർജുൻ. അപ്പോൾ അർജുനോട് ഞങ്ങളുടെ ആ ഫോണൊക്കെ അർജുൻ തന്നെ തരട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അർജുൻ്റെ കയ്യിൽ നിന്നാണ് ഫോൺ മേടിക്കുന്നത്. അപ്പോൾ പുള്ളി വളരെ നല്ലൊരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് കേട്ടോ. കാര്യം വളരെ നല്ല കസ്റ്റമർ സർവീസാണ് അവരുടേത്. നമുക്ക് എത്രയായാലും നമ്മൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫോൺ എടുത്തു പോകും. ആ മാതിരിയാണ് അവരുടെ സർവീസ്. അപ്പോൾ പുള്ളിയെ കൊണ്ട് തന്നെ ഞങ്ങളത് ഓപ്പൺ ചെയ്യിച്ചു. അപ്പം സാധനം മേടിച്ച് നമ്മളത് വീട്ടിലങ്ങ് കൊണ്ടുപോകുന്നതിനേക്കാളും അവരെ കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്യിച്ച് നമ്മളത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് മേടിക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അപ്പം അതുകൊണ്ട് അർജുൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അർജുൻ തന്നെയാണ് അത് ഓപ്പൺ ചെയ്ത് ഫോണൊക്കെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം അർജുനും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. അപ്പോൾ പുള്ളിക്ക് ഫോൺ നല്ലോണം ഇഷ്ടപ്പെട്ടു. വളരെ സർപ്രൈസായിപ്പോയി പുള്ളിക്ക്. അപ്പോൾ ഞങ്ങളിത് 14-ാം തീയതി എടുത്തു കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ 14-ാം തീയതി ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ പുള്ളിയുടെ ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പുള്ളിക്ക് നേരത്തെ ഞങ്ങൾ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതും മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നേരെ ടോൾത്തട്ട് കടയിൽ പോയി രാത്രിത്തെ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോരുവാണ് ഉണ്ടായത്. പിന്നെ ചില സന്തോഷങ്ങൾ ഇങ്ങനെയാണ്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതും കൂടി ആകുമ്പോൾ, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാകുമ്പോൾ ഒരിക്കലും അവരെ മറന്നിട്ട് നമുക്ക് വേറൊരു സന്തോഷത്തിലേക്ക് പോകാൻ തോന്നാറില്ല. അതാണ് ഫാമിലി. അങ്ങനെ ആവണം ഫാമിലി, ശരിയല്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ.